ആർക്കെങ്കിലും? Any guesses? Okay. Hormonally high. You guys are in your teenage, in college. I just had a baby, a beautiful boy baby. June 11th. Ilai naanu aalude pere. So thanks to him, I feel like I'm back in college again. Life has become so beautiful. Pinne hormonally high. Very under. Also sleepless nights. ലാസ്റ്റ് എനിക്ക് സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടായിട്ടുള്ളത് കോളേജിൽ പഠിക്കുമ്പോഴാണ്. പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ ചാറ്റ് ചെയ്തൊക്കെ ഇരുന്ന്. എത്ര പേരുണ്ട് ഇപ്പം അങ്ങനത്തെ സ്ലീപ്ലെസ് നൈറ്റ്സിലൂടെ പോകുന്നവര്? Yeah, so next time it's going to be when you all become parents. അപ്പം enjoy. This is the best time anybody can go through in their life. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക. Do what makes you happy. Be wild, be crazy, enjoy, and also watch Level Cross. ഞങ്ങളുടെ ഒരു കൊച്ചു ഫിലിം ലെവൽ ക്രോസ് എന്ന ഫിലിമിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് വന്നത്. ആൻഡ് മൈ ബ്യൂട്ടിഫുൾ co-star ആസിഫ് അലി, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൾസോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ he faced a very difficult situation in his life, and I'm so proud of him. I'm so proud. അല്ലേ, നമുക്ക് ലൈഫിൽ ഇങ്ങനെ പല അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻസ് വരാം. ആൾക്കാർ നമ്മളെ വലിച്ച് താഴെയിടാൻ നോക്കാം. യു നോ, എനിത്തിങ് can happen, but how you handle it is what make you special, and I am so proud of him. He's one of my favorite co-stars. ഒത്തിരി ഈ ഒരു പൊസിഷനിലേക്ക്, ഈ ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾസിലൂടെ, ഒത്തിരി ഹാർഡ് വർക്ക്സിലൂടെ കടന്നുപോയിട്ടുള്ള മനുഷ്യനാണ്. ആൻഡ് ഈ ഫിലിം എടുക്കുന്ന സമയത്തും ഹിസ് ഫേസ്ഡ് എ ലോട്ട് ആൻഡ് സ്റ്റിൽ ഹി ഈസ് ഗോയിങ് ത്രൂ സോ മച്ച് ടു മേക്ക് ദിസ് ഹാപ്പൻ. അപ്പോൾ അർഫാസിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു വിഷ് ഉണ്ട്, എല്ലാവരും അത് ചെയ്യോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? അർഫാസ്, പ്ലീസ് കം. So let's welcome Arfaz Ayub, the director of the movie Level Cross. Let's welcome him. So before handing the mic over to him, I want you all, എല്ലാവരും ഒരുമിച്ച് ഓർക്കൊന്ന് പറയോ, ലെവൽ ക്രോസ് will level cross. കുറച്ചുകൂടെ ഒച്ചയ്ക്ക്. ഹാപ്പി? താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഞാനൊരു അമ്മയായിട്ട് അറ്റൻഡ് ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ പബ്ലിക് ഇവന്റ് ആണിത്. എനിക്ക് വരുന്നതിന് മുമ്പ് ഭയങ്കര നെർവസ് ആയിരുന്നു, ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദിസ് ലവ് ആൻഡ് വാം വെൽക്കം, ദിസ് എനർജി. ഐ ലവ് യു ഗൈസ്. താങ്ക് യു. Please keep loving me and watch our films. Thank you. എപ്പോൾ വേണമെങ്കിലും പൊങ്ങാവുന്ന ഒരു കണ്ടിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു ടെൻഷൻ, ആ ഒരു ടെൻഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു, നമ്മൾ ആ സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരു എസ്റ്റാബ്ലിഷ് ഡയറക്ടറല്ല, ഞാനൊരു സക്സസ്ഫുൾ ഫിലിം മേക്കറല്ല. എൻ്റെ ആദ്യത്തെ പടമാണ്. അതുകൊണ്ട് തന്നെ ഈ പടം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഗേജിന് പുറകിലായിരിക്കും. അപ്പോൾ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ബി ഹിയർ വിത്ത് യു ഓൾ. ഈ സിനിമ വി ഹവ് മെയ്ഡ് ഇറ്റ് വിത്ത് അവർ ഹോൾ ഹാർട്ട് ആൻഡ് വി വുഡ് ലൈക്ക് യു ഓൾ ടു വാച്ച് ഇറ്റ്. ഒരു യങ് ക്രൗഡിനെ ഫേസ് ചെയ്യുമ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം അബൌട്ട് ദ ഫിലിം ഇസ് ദാറ്റ് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കാണണം. നിങ്ങളുടെ റിലേറ്റീവ്സിനോടും ഫാമിലിയോടും ഫ്രണ്ട്സിനോടും നെയ്ബേഴ്സിനോടും എല്ലാവരും സിനിമ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയണം. ഈ സിനിമ നിങ്ങൾ ആദ്യം കാണുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് ഈ കഥാപാത്രങ്ങളും ഇതിലെ കഥയും ആയിരിക്കും. പക്ഷേ when you watch it the second time, there is a lot more that you would understand. And I'm eagerly waiting to hear from you after you watch the second time. So do watch it twice. And thank you all for having us here.
And thank you. Thank you so much. താങ്ക് യു സർ. ഇഷ്ടപ്പെട്ടോ? നമുക്കെന്താ മ്യൂസിക്കും കൂടെ കണ്ടു നോക്കാം. ഓക്കെ, മ്യൂസിക് വീഡിയോ. അപ്പൊ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ പാട്ടിന്റെ ഒരു 2 ലൈൻ മാം ഒന്ന് പാടിക്കേണ്ട കൊള്ളാമുണ്ട്. എല്ലാരും എക്സൈറ്റഡ് അല്ലേ അമല പോയി പാടുന്നത് കേൾക്കാൻ? ഞാൻ ആക്ച്വലി എന്റെ മോൻ ഇല്ലായിനെ കരയുമ്പോ കരച്ചു നിർത്താൻ വേണ്ടി പ്ലേ ചെയ്ത പാട്ടായത്, പേടിപ്പിക്കാൻ. അങ്ങനത്തെ ഒരു പാട്ടല്ലേ? യു ഗൈസ് റിയലി വാണ്ട് മീ ടു സിംഗ്? ഉറപ്പാ? ഞാൻ അത്ര വലിയ പാട്ടുകാരിയൊന്നുമല്ല. ദിസ് ഇസ് എന്റെ മൈ ഫ്ലൂക്ക്, ദിസ് ഹാപ്പൻ. എന്റെ കൂടെ പാടോ? അപ്പൊ ഒരു അനക്കമില്ലല്ലോ. ഹലോ, എന്റെ കൂടെ പാടോ? പാടോ? ലിറിക് അറിയോ? ഓക്കെ, അതിലൊരു 2 ലൈൻ നമുക്ക് ഒരുമിച്ച് പാടാം. ഞാൻ പറഞ്ഞു തരട്ടെ. കൂരിരുൾ കിനാവ് പോലെ എന്റെ കാഴ്ച മറയവേ. Okay, so let's sing together. കൂരിരുൾ കിനാവ് പോലെ എന്റെ കാഴ്ച മറയവേ. ഇപ്പോഴാണ് കാഴ്ച തെളിഞ്ഞത്. താങ്ക് യു ഗൈസ്, താങ്ക് യു. അമല മാമിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മുടെ സ്വന്തം അമല ചേച്ചിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആൽബർട്സിലെ സ്റ്റുഡൻസിന് ആരാ വരുന്നേ? Yes. Yeah. മാമിന് ഈ ക്യാരക്ടറിനോട് സ്ക്രിപ്റ്റിനോടൊക്കെ അട്രാക്ഷൻ തോന്നാനുള്ള കാരണം എന്താ? ക്യാരക്ടറിനോടും റോൾ ഈ സ്ക്രിപ്റ്റിനോടൊക്കെ അട്രാക്ഷൻ തോന്നാനുള്ള കാരണം എന്താ? എന്താ പേര്? സയന സിജോ. സൈന സിജോ. ഓക്കെ, ഈ ക്യാരക്ടറിനോടും സ്ക്രിപ്റ്റിനോടും അട്രാക്ഷൻ തോന്നാനുള്ള കാരണം ഈ ക്യാരക്ടർ ഏകദേശം എന്റെ പോലത്തെ ഒരു വട്ടമുള്ള ക്യാരക്ടറാണ്. പിന്നെ എന്നെക്കാളും വട്ടമുള്ളവരാണ് എന്റെ കൂടെ അഭിനയിക്കുന്നത്. എനിക്ക് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മളൊരു വെറൈറ്റി സ്റ്റോറിയൊക്കെ ആഗ്രഹിച്ച് ഇരുന്നപ്പോൾ വന്ന ഒരു കഥയാണിത്. പിന്നെ ട്യൂണീഷ്യയിലുള്ള ഷൂട്ടിംഗ്, ഇതിൻ്റെ മേക്കിംഗ്, യുനോ ഇതിൽ ലൈറ്റ് സൗണ്ടാണ് ഞങ്ങൾ ചെയ്തത്. അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഓവറോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി കഥ കേട്ടപ്പോൾ. താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഇതിൽ ആസിഫിൻ്റെ ലുക്ക് കണ്ടില്ലേ? സോ ഈ ക്യാരക്ടറിന് വേണ്ടി മെത്തഡ് ആക്ടിംഗ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ആസിഫ് ഒരു 6 മാസം പല്ല് തേച്ചില്ല. അങ്ങനെയാണ് ഈ പല്ല് ഇങ്ങനെ ആയത്. സോ യു കൻ ആസ്ക് അബൌട്ട് ദാറ്റ് ടു ആസിഫ്. Any more questions? Any more? ഹലോ മാം. ഹലോ, വാട്ട്സ് യുവർ നെയിം? ആലിസ്. ആലിസ്. എൻ്റെ മമ്മിയുടെ പേര് ആലിസാ. You look so beautiful. താങ്ക് യു. യു ഓൾസോ ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. Okay, ma'am, you are such an incredible actor. ഇവിടെ ഇരുന്നോ? ആ, പറഞ്ഞു. You are such an incredible actress. So, how do you manage to balance your personal life with your busy professional schedule? സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Your work is amazing. താങ്ക് യു സോ മച്ച്. ബട്ട് ഇപ്പൊ തന്നെ ഇലായി ഒരു 1 month old ബേബിയാണ്. ബട്ട് ഇലായിനെ ഇട്ടിട്ട് എനിക്ക് വരാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വിഷമമായിരുന്നു. പക്ഷേ ദിസ് ഈസ് വാട്ട് ഐ ലവ് ടു ഡു. ദിസ് ഈസ് മൈ ഡ്രീം. ഞാൻ കുഞ്ഞു പ്രായം തൊട്ടേ എനിക്ക് ആക്ടർ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ആക്ടർ ആവണമെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് എന്നെ കളിയാക്കിയ ആൾക്കാരുണ്ട്. ബിക്കോസ് ദാറ്റ് വാസ് എ ടു ബിഗ് ഡ്രീം അല്ലേ? ഒരു നോർമൽ പെൺകുട്ടിക്ക് അന്നത്തെ കാലത്ത് അത് വലിയൊരു ഡ്രീമായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ഡ്രീം ഗോൾ എല്ലാം ഇതാണ്. ഐ ലവ് വാട്ട് ഐ ഡു. സോ ഐ കീപ് പുഷിംഗ് മൈ
balance my personal and professional life. Thank you. Okay, one last question. എൻ്റെ പേര് മെഹഫിൽ എന്നാണ്. മെഹഫിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ നമ്മുടെ കോളേജ് ലൈഫ് ഇവിടെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മാമിൻ്റെ കോളേജ് ലൈഫിലെ മെമ്മറീസോ എന്തെങ്കിലും നല്ല മൊമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യാം. Sure. ഞാൻ ആക്ച്വലി തെരേസ്യനാണ്. I studied in St. Teresa's. Okay. സോ എൻ്റെ ഒരു മെമ്മറി എന്ന് പറയുന്നത്, ഞാൻ തെരേസാസിൽ പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയറിൽ ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മോഡലിങ്ങും ഷോസും പിന്നെ എൻ്റെ ഫിലിം കരിയറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു കാറ് വാങ്ങി. ഒരു i20 വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത്. അത് ഒരു ദിവസം നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് ക്ലാസ് ഒക്കെ ബങ്ക് ചെയ്തിട്ട് അറിയാലോ, ഓൾ ദീസ് തിങ്സ് ബങ്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ പോയി. തിരിച്ചു വന്നപ്പോൾ ഞാൻ കാർ ഇട്ട സ്ഥലത്തല്ല കാറ് കിടക്കുന്നത്. കാർ അവിടെ കാണുന്നില്ല. പിന്നെ കുറേ തപ്പി നടന്നപ്പോഴാണ് കാർ എവിടെയോ വേറെ എവിടെയോ കൊണ്ടിട്ടിരിക്കുന്നത്. അത് ടോ ചെയ്ത് മാറ്റിയിട്ടിരിക്കാന്ന് മനസ്സിലായി. എന്നിട്ട് കാറിന്റെ ലോക്ക് ചെയ്തിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഓഫീസ് റൂമിൽ നിന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് അവിടുത്തെ പ്രിൻസിപ്പൾ പറയുന്നത്, സ്കൂൾ ബസ്സിന്റെ പുറകിലായിരുന്നു ഞാൻ കാറ് പാർക്ക് ചെയ്തിരുന്നത്. 3 മണിക്ക് സ്കൂൾ ബസ്സിൽ പിള്ളേർക്ക് വീട്ടിൽ പോകണമല്ലോ. വീട്ടിൽ നിന്ന് ഫുൾ കോള് വരാൻ തുടങ്ങി. ലാസ്റ്റ് പോലീസ് വന്നു, വണ്ടി മാറ്റിയിട്ടു. അതോടെ എന്നെ കുറച്ച് നാളത്തേക്ക് മോളിനി കുറച്ച് നാൾ വീട്ടിലിരുന്നിട്ട് വന്നായെന്ന് പറഞ്ഞ് ടാറ്റവേ പറഞ്ഞ് വിട്ടു. സോ മെമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം തെരേസാസിൽ ഒരു വേറെ പാർക്കിംഗ് തന്നെ അവരുണ്ടാക്കി. ഇനി വേല സ്റ്റുഡൻസ് കോളേജിൽ അങ്ങോട്ടേക്ക് കാറും കൊണ്ട് വരരുതെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇഷ്ടപ്പെട്ട ഒരു കോ ആക്ടർ? ഇത് സെറ്റിംഗ് ക്വസ്റ്റ്യൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടു ബി ഓണസ്റ്റ്, ആസിഫ് ആക്ച്വലി ഞാനും ആസിഫും ഒരു 10 years മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്, ഇത് നമ്മുടെ കഥ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഞങ്ങൾ ഒരു ഡെക്കേഡിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഫിലിം ചെയ്യുന്നത്. ആസിഫ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് മൈ ഫേവറേറ്റ് കോ സ്റ്റാർ ആൻഡ് ഈസ് എ ഡിയർ ഫ്രണ്ട് ഓൾസോ. ബിക്കോസ് he's somebody I can relate to. ഒരു സ്റ്റാർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടർ ആയിട്ടോ, he's a great actor, but at the same time he's a very beautiful human being and ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഞങ്ങൾ ട്യൂണീഷ്യയിൽ ഷൂട്ട് ചെയ്തപ്പോൾ there were times when I was feeling very tired and exhausted, but he was motivating me, so I'll always remember that. And of course thank you guys, thank you so much. കുറച്ചുകൂടി ഒരു എന്റർടൈൻമെന്റ് ആക്കാനായിട്ട് ഒരു ഡാൻസ് ഉണ്ടല്ലോ. ആൽബർഷൻ ഡാൻസ് ക്ലബിന്റെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ട്. അത് you